നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് 1806 വെല്ലൂർ, തമിഴ്നാട്ടിലെ വെല്ലൂർ കോട്ടയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കലാപമാണ് വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. ഈ കലാപം നമ്മളിവിടെ പറയേണ്ടതുണ്ട്. ഓക്കെ, അതായത് വെല്ലൂർ കലാപം നടക്കുന്നത് 1806 ജൂലൈ 10-നാണ്. ക്ലിയർ? 1806 ജൂലൈ 10-നാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെല്ലൂർ കോട്ടയിൽ വെച്ചിട്ട് നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള വെല്ലൂർ കലാപം, വെല്ലൂർ മ്യൂട്ടിനി നടക്കുന്നത്. അതായത് ഇന്ത്യൻ സൈനികർ, ശിപ്പായിമാർ, അതായത് ഇന്ത്യയിലുള്ള ശിപ്പായിമാർ അല്ലെങ്കിൽ സൈനികർ, അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സായുധ കലാപമാണ് വെല്ലൂർ കലാപം എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നടത്തിയിട്ടുള്ളത്? അതായത് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വസ്ത്രധാരണ രീതി അല്ലെങ്കിൽ യൂണിഫോമിന് എതിരെ, അവർ ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിഫോമിന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ശിപ്പായിമാർ അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞ മീൻസ് അതിനെതിരെയാണ് വെല്ലൂർ കലാപം നടന്നിട്ടുള്ളത്. ക്ലിയർ? ഇനി ഈ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആളുടെ പേര് സർ ജോൺ കാട്രോക്ക് എന്നാണ്. പഠിച്ചു വയ്ക്കുക. മൂന്നാമത്തെ പോയിന്റിലുണ്ട് സർ ജോൺ കാട്രോക്ക്. ക്ലിയർ? ഇനി അപ്പോൾ സ്വാഭാവികമായിട്ടും 1806 അതായത് ഇന്ത്യൻ കലാപകാരികൾ, ഇന്ത്യയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ശിപ്പായിമാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ കലാപമായിരുന്നു വെല്ലൂർ കലാപം. 1806 വെല്ലൂർ, തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് വെല്ലൂർ കലാപം നടക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇത് എന്തിനാണ് ഈ വെല്ലൂർ കലാപത്തിനെ നമ്മൾ 1857 കലാപത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ, 1857 കലാപത്തിൻ്റെ റിഹേഴ്സൽ എന്നാണ് വെല്ലൂർ കലാപത്തിന് പറയുന്നത്. ഓക്കെ, 1857 കലാപത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ അല്ലെങ്കിൽ റിഹേഴ്സൽ ആയിരുന്നു 1806 വെല്ലൂർ കലാപം എന്നാണ് VD സവർക്കർ വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ? പഠിച്ചു വയ്ക്കാം. ഇത് ചോദിച്ചിട്ടുണ്ട്, ഒരു വർഷത്തെ PSCയുടെ ചോദ്യമായിരുന്നത്. അതായത് 1857 കലാപത്തിൻ്റെ റിഹേഴ്സൽ എന്ന് അറിയപ്പെടുന്നത് വെല്ലൂർ കലാപത്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാനാ സാഹിബിനെ പറ്റിയിട്ടാണ്. നാനാ സാഹിബ്. ഓക്കെ, അതായത് 1857 കലാപം നടക്കുന്ന സമയത്ത് ഈ കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്, കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ക്ലിയർ? കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. അതായത് പേഷു ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ക്ലിയർ? പേഷു ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദുണ്ടു പാന്ത് എന്നുള്ളതാണ്. ദുണ്ടു പാന്ത്, പേഷ്വാജി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദുണ്ടു പാന്ത് എന്നുള്ളതായിരുന്നു. ഈ നമ്മുടെ നാനാ സാഹിബ്, ഇപ്പം നമ്മൾ പറഞ്ഞു കലാപത്തിന് ഇവിടെ നേതൃത്വം നൽകിയത് കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു. ഈ 1857 കലാപത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമെന്നാണ് നമ്മുടെ നാനാ സാഹിബിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്. 1857 കലാപത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ക്ലിയർ? ഇനി അങ്ങനെ നാനാ സാഹേബിൻ്റെ സൈനിക മേധാവിയായിരുന്നു നമ്മുടെ താന്തിയ തോപ്പി എന്ന് പറയുന്നത്. അവസാനം വിപ്ലവം പരാജയപ്പെട്ടതോട് കൂടിയിട്ട് നാനാ സാഹേബിനെ എങ്ങോട്ടേക്ക് പലായനം ചെയ്തു? നേപ്പാളിലേക്ക് നാട് കടത്തി, അല്ലെങ്കിൽ നേപ്പാളിലേക്ക് അദ്ദേഹം പലായനം ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ? അപ്പം നമ്മൾ നാനാ സാഹിബിനെ ഓർത്തു വയ്ക്കുക. അതായത് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് 857 കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നാണ്. അതേപോലെ മറ്റൊരു കാര്യം കൂടി പഠിക്കാനുള്ളത്, മൂന്നാം നെപ്പോളിയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദുണ്ടു പാന്ത് എന്നുള്ള പേരിലാണ്. പേഷു ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായിരുന്നു ആര്? നമ്മുടെ നാനാ സാഹിബ്. ക്ലിയർ? അവസാനം അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നത് നേപ്പാളിലേക്കാണ്. ഇനി നാനാ സാഹിബിൻ്റെ നമ്മുടെ സൈന്യത്തിൻ്റെ തലവനായിട്ടുള്ള താന്തിയ തോപ്പി നേതൃത്വം നൽകുന്നത് നമ്മളെ ഗോളിയാറിലൊക്കെ ആയിരുന്നു താന്തിയ തോപ്പി ഉണ്ടായിരുന്നത്. ക്ലിയർ? ഗോളിയാറിലൊക്കെ താന്തിയ തോപ്പിക്ക്, അതായത് കാൺപൂർ, ഗോളിയാർ ഈ സ്ഥലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയത് നമ്മുടെ താന്തിയ തോപ്പിയാണ്. ക്ലിയർ? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നുള്ള പേരിലാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നുള്ള പേരിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കലാപം നടക്കുന്ന സമയത്ത് ഈ കലാപത്തിൽ ആദ്യമായിട്ട് ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചത് നമ്മുടെ താന്തിയ തോപ്പിയാണ്. സോ കലാപത്തിൽ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചിരിക്കുന്നത് താന്തിയ തോപ്പിയാണ്. ഓർത്തു വയ്ക്കുക. ക്ലിയർ? ഇനി അവസാനം ഈ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ താന്തിയ തോപ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം വധിക്കപ്പെടുന്നത് 1859 കലാപം കഴിഞ്ഞ ശേഷം 59 മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചിട്ടാണ് നമ്മുടെ താന്തിയ തോപ്പി കൊല്ലപ്പെടുന്നത്. ക്ലിയർ? ഇനി ഈ താന്തിയ തോപ്പിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യാധിപൻ്റെ പേരാണ് സർ കോളിൻ ക്യാമ്പൽ എന്ന് പറയുന്നത്.
ക്ലിയർ. അതായത് നമ്മളെ പട്ടാള 1857 കലാപത്തിൻ്റെ പട്ടാള മേധാവിയായിരുന്നു, കലാപത്തിന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സൈന്യാധിപനായിരുന്നു കോളിംഗ് ക്യാമ്പിൽ. ഇതേ കോളിംഗ് ക്യാമ്പിലാണ് നമ്മളെ താന്തിയ തോപ്പിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ അവസാനം അദ്ദേഹം മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ക്ലിയർ. അതേപോലെ ഝാൻസി റാണീൻ്റെ കൂടെ വിപ്ലവത്തിൽ പോരാടിയിട്ടുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ്. ക്ലിയർ. അതായത് ഗോളിയാറിൽ ഝാൻസി റാണി ഉണ്ടായിരുന്നു, ഗോളിയാറിൽ താന്തിയ തോപ്പി ഉണ്ടായിരുന്നു കലാപം നയിക്കാൻ വേണ്ടി. ക്ലിയർ. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നാനാ സാഹേബിൻ്റെ സൈന്യാധിപനായിരുന്ന സൈനിക മേധാവിയായിരുന്ന താന്തിയ തോപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദുണ്ടൂപ്പ രാമചന്ദ്ര പാണ്ഡുരംഗ എന്നുള്ള പേരിലാണ്. ദുണ്ടൂപ്പ എന്ന ആരുടെ പേരാണ്? നാനാ സാഹേബിൻ്റെയാണ്. താന്തിയ തോപ്പിയുടേത് രാമചന്ദ്ര പാണ്ഡുരംഗ. ക്ലിയർ. ഈ കലാപത്തിൽ ആദ്യമായിട്ട് യുദ്ധമുറകൾ ഉപയോഗിച്ചത്, ഗറില്ല യുദ്ധമുറകൾ നമ്മളെ താന്തിയ തോപ്പിയാണ് പ്രാക്ടീസ് ചെയ്തത്. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത് കോളിംഗ് ക്യാമ്പിലായിരുന്നു. അതേപോലെ ഗോളിയാറിലും കാൺപൂരിലൊക്കെ കലാപം നയിച്ചത് നമ്മളെ താന്തിയ തോപ്പിയാണ്. ക്ലിയർ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. അതായത് ഈ അവധിൽ, അതേപോലെ തന്നെ നമ്മളെ അവധ്, അയോധ്യ, ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കലാപം നയിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ക്ലിയർ. ഝാൻസിയിൽ ഝാൻസി റാണി മണികർണികയും ബീഗം ഹസ്രത്ത് മഹലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാനുള്ളത് ഈ അവധിലെ നവാബായിരുന്ന വാജിദ് അലീനെ അവധിൽ നിന്നും കൽക്കട്ടയിലേക്ക് നാട് കടത്തി. നമ്മുടെ വാജിദ് അലീനെ അവധിൽ നിന്നും ആ കൽക്കട്ടയിലേക്ക് നാട് കടത്തി. ഇങ്ങനെ നാട് കടത്തിയ സമയപ്പം നാട് കടത്തിയതിനെ തുടർന്നിട്ട് ഓക്കെ ക്ലിയർ. അപ്പോൾ ഇങ്ങനെ നാട് കടത്തിയതിനെ തുടർന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, അവധിൽ നിന്നും എങ്ങോട്ടേക്ക്, കൽക്കട്ടയിലേക്കാണ് നാട് കടത്തിയത്. ഇങ്ങനെ നാട് കടത്തിയപ്പം അതിനെ തുടർന്നിട്ട് നവാബിൻ്റെ ഭാര്യയാണ് ബീഗം ഹസ്രത്ത് മഹൽ കലാപത്തിന് ഈ പറഞ്ഞ പോലെ നേതൃത്വം നൽകിയത്. ക്ലിയർ. നവാബിൻ്റെ ഭാര്യയായിട്ടുള്ള ബീഗം ഹസ്രത്ത് മഹലാണ് അവിടെ കലാപം നയിച്ചത്. കാരണം എന്താ? അവരുടെ ഹസ്ബൻഡിന് അവധിൽ നിന്ന് എങ്ങോട്ടേക്ക് നാട് കടത്തി? ആ കൽക്കട്ടയിലേക്ക് നാട് കടത്തി. ഓക്കെ. ഇനി മറ്റൊന്ന് നമ്മൾ പറയാനുള്ളത് ഷാമൽ. ഇത് വളരെ റെയറായിട്ടൊരു ഇൻഫർമേഷനാണ്. പക്ഷേ SCERTയിലുണ്ട്, പുതിയ SCERT ടെക്സ്റ്റ് പാഠപുസ്തകത്തിലുണ്ട്. പഴയ SCERTയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പുതിയതിൽ കുറച്ചധികം ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഉത്തർപ്രദേശിലുള്ള ബറൗട്ട് പർഖാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമലാണ്. ഓക്കെ. ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഖാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഷാമൽ എന്ന് പറയുന്ന ആളാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഖാനയിൽ ഷാമൽ എന്ന് പറയുന്ന ആളാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. എവിടെ? UP, ഉത്തർപ്രദേശിൽ. അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ കർഷകരെയും നാട്ടുകാരെയും ഒക്കെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിർത്തിയത്. ഓക്കെ. അതായത് എല്ലാവരും ഒന്ന് യുണൈറ്റ് ചെയ്തത് നമ്മളെ ഷാമൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇനി ഷാമലിനെ പറ്റിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ചൗധരി ദേശം എന്ന് പറയും, ചൗരാസി ദേശം എന്ന് പറയും. അതായത് 84 ഗ്രാമങ്ങൾ. ഈ 84 ഇത് SCERTയിലുള്ളതാണ്, നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ 84 ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ചൗരാസി ദേശിലുള്ള കർഷകരെയും അതേപോലെ ഗ്രാമത്തലവന്മാരെ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ നേതാക്കന്മാർ അവരെയൊക്കെ ഒരുമിപ്പിച്ചിട്ട് രാത്രികളിൽ മുഴുവൻ ഓരോ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ജനങ്ങളെയൊക്കെ ബോധവാന്മാരാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് വിപ്ലവത്തിൽ നേതൃത്വം വഹിച്ചത് അല്ലെങ്കിൽ വിപ്ലവത്തിൽ പോരാടാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളെ ഷാമലാണ്. ക്ലിയർ. അവസാനം അവരെന്ത് ചെയ്യണം? 1857 ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിൽ തന്നെ വെച്ചിട്ടാണ് ഷാമലും മരണപ്പെടുന്നത്. ക്ലിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. അതായത് ഫൈസാബാദിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ക്ലിയർ. ഈ 1856 അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വിശുദ്ധ യുദ്ധം, നമ്മളതിന് പറയാം ജിഹാദ് എന്നാണ്. ഈ ജിഹാദ് നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ആരായിരുന്നു? നമ്മളെ മൗലവി അഹമ്മദുള്ള. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 1856 ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഇന്ത്യക്കാർ ഒരു ജിഹാദ്, ഒരു വിശുദ്ധ യുദ്ധം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് നമ്മളെ ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മൗലവി അഹമ്മദുള്ളയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ കുറേ ലീഡേഴ്സിനെ പറഞ്ഞു. ഇനി ഇതിപ്പം 1857 വിപ്ലവത്തിൻ്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വരിയിൽ കാണാം. ഈ കലാപത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കാൺപൂരിൽ നാനാ സാഹേബും താന്തിയ തോപ്പിയും, അത് നമ്മൾ പഠിച്ചു. ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ബഹദൂർ ഷാ സഫറും അതേപോലെ ജനറൽ ഭക്ത് ഖാനുമാണ്. ബഹദൂർ ഷാ സഫർ എന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ രണ്ടാമനെ തന്നെയാണ്. ഓക്കെ. ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനുമാണ്.
പിന്നെ ഗോളിയാറിലും ഝാൻസിയിലും ഉണ്ടായിരുന്നത് റാണി ലക്ഷ്മിഭായിയാണ്. ഗോളിയാറും ഝാൻസിയിലും റാണി ലക്ഷ്മിഭായിയാണ്. ഫൈസാബാദിൽ നമ്മൾ പറഞ്ഞു മൗലവി ഹമ്മദുള്ള. പിന്നെ മീററ്റിലുണ്ടായിരുന്ന ഖദം സിംഗ് എന്ന് പറയുന്ന ഒരാളാണ്, പഠിച്ചു വയ്ക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അത്. ഓക്കെ, മീററ്റിലുണ്ടായിരുന്ന ഖദം സിംഗ് ആണ്. പിന്നെ കൺവർ സിംഗ് ആണ് നമ്മളെ ജഗദീഷ്പൂർ, ആര, ബീഹാർ, ഈ സ്ഥലങ്ങളിലൊക്കെ ആരായിരുന്നു? നമ്മളെ കൺവർ സിംഗ് ആണ്. പിന്നെ ആസാമിൽ ദിവാൻ മണിറാം ദത്ത എന്ന് പറയുന്ന ഒരാളാണ്. മീററ്റിൽ ഖദം സിംഗും ആസാമിൽ ദിവാൻ മണിറാം ദത്ത എന്ന് പറയുന്ന ഒരാളുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബറൌട്ട് പർഗാനയിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ആരായിരുന്നു? ഷാമലാണ്. പിന്നെ ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ നമ്മൾ പറഞ്ഞു, ലക്നൗ, അതേപോലെ പിന്നെ ആഗ്ര, അവധ്, അയോധ്യ, ഇവിടെയൊക്കെ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. പിന്നെ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. പിന്നെ മണ്ഡ്സോറിൽ ഫിറോസ് ഷാ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഹരിയാനയിൽ റാവു തുലാറാമാണ്. അലഹാബാദിൽ ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് അലഹാബാദിൽ. അപ്പോൾ ഇത്രയും പേരാണ് ഈ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ചോദിക്കാറുണ്ട് ഇത് ക്രോസ് ആയിട്ടോ അതല്ലാണ്ടൊക്കെ ചോദിക്കും, ഇത്രയും ആളുകളുടെ പേര്. ഓക്കെ, ഇനി നമ്മൾ 1857 കലാപം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? അത് നമ്മൾ പറഞ്ഞല്ലേ, ആരായിരുന്നു? ലോർഡ് ക്യാനിങ്. ഇപ്പോൾ ക്യാനിങ് പ്രഭുവാണ്. ആ സമയത്ത് ബ്രിട്ടൻ്റെ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. അതേസമയം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ഓക്കെ, 1857 കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. പാൽമേഴ്സ്റ്റൺ പ്രഭു, അതൊന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ ബ്രിട്ടൻ്റെ സൈനിക തലവൻ എന്ന് പറഞ്ഞാൽ കോളിൻ ക്യാമ്പൽ. അത് നമ്മൾ പറഞ്ഞല്ലേ, താന്തിയ തോപ്പിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള കോളിൻ ക്യാമ്പൽ. ഇനി ഈ 1857 കലാപം അല്ലെങ്കിൽ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇത് ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് UP ആണ്, ഉത്തർപ്രദേശ്. ഓക്കെ, ഇനി ഇവരുടെ ഈ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചുവന്ന താമരയും എന്നാണ് ഇതിന് പറയുക. എന്താണിത് ചപ്പാത്തി? പലപ്പോഴും 1857 കലാപത്തിനെ നമ്മൾ ചപ്പാത്തി വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ചപ്പാത്തി വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചപ്പാത്തി, ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി, ഈ ചപ്പാത്തിയിൽ പിന്നെ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ എഴുതും. അത് പ്രാദേശിക ഭാഷയിലാണ് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെ ഈ നിർദ്ദേശങ്ങൾ ചപ്പാത്തിയിൽ പ്രാദേശിക ഭാഷയിൽ എഴുതിയിട്ട് അത് രാത്രിയിൽ എന്ത് ചെയ്യും, മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, കാരണം ഇത് കലാപകാരികൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പം ഇതിന് തുടക്കം കുറിക്കുന്നത് ശരിക്കും നാനാ സാഹിബിൻ്റെ ഗുരുവായിട്ടുള്ള ഗുരുദാസ ബാബയാണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിന് തുടക്കം കുറിക്കുന്നത് നാനാ സാഹേബിൻ്റെ ഗുരുവായിട്ടുള്ള ഗുരുദാസ ബാബ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പേര് ഗുരുദാസ ബാബയാണ് ഈ ഒരു ഇതിന്. അതുകൊണ്ടാണ് ഇത് ശരിക്കും ചപ്പാത്തി വിപ്ലവം എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1857 കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നാനാ സാഹിബാണ്. അതേപോലെ തന്നെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് 1857 കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ഓർത്തു വയ്ക്കുക, കൻവർ സിംഗ്. പിന്നെ ജോൺ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഝാൻസി റാണിനെയാണ്. മറ്റൊന്ന് വിപ്ലവത്തിൻ്റെ 1857 കലാപത്തിൻ്റെ പ്രവാചകൻ അല്ലെങ്കിൽ അംബാസിഡർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അസീമുള്ള ഖാനെയാണ്. അസീമുള്ള ഖാൻ. ഓക്കെ, ഇനി താന്തിയ തോപ്പിനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനെ നമ്മൾ പറഞ്ഞു കോളിൻ ക്യാമ്പലാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യാധിപൻ. ഇനി ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ബീഹാറിൻ്റെ മീൻസ് കലാപത്തിൻ്റെ വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ, ബീഹാർ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ഓക്കെ, ഇനി കലാപത്തിൻ്റെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയാണ്. അതേസമയം ഇതിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സംഘടിക്കുക, അല്ലേ? നമ്മൾ ഓർഗനൈസ് ചെയ്യുക, സംഘടിക്കണം, ഉണരുക, വിദേശികളെ പുറത്താക്കുക. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഇതൊരൊറ്റ സെൻറ്റൻസ് ആണ്. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നുള്ളതാണ് കലാപകാരികളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 1857 കലാപത്തിൻ്റെ വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം, അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും, എന്നാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 2007 ആഘോഷിക്കുന്നത്. ഇന്ത്യ ആഘോഷിച്ചത് 150-ാമത്തത് 2007 150 കേട്ടോ, 150. ഇനി വിപ്ലവത്തിൻ്റെ സ്മാരകം, അതായത് പിന്നെ ഝാൻസി റാണിൻ്റെ സ്മാരകം വരുന്ന ഗോളിയാറിലാണ്. അതേസമയം വിപ്ലവത്തിൻ്റെ സ്മാരകം എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് 1863. 1863 അത് സ്ഥാപിക്കുന്ന ഡൽഹിയിലാണ്. അതിൻ്റെ പേര് മ്യൂട്ടിനി മെമ്മോറിയൽ എന്നാണ്. മ്യൂട്ടിനി മെമ്മോറിയൽ 1857 വിപ്ലവത്തിൻ്റെ സ്മാരകം എന്ന് പറഞ്ഞാൽ മ്യൂട്ടിനി മെമ്മോറിയലാണ്. അതുള്ളത് പിന്നെ ഡൽഹിയിലാണ്. 1863 1863. ഓക്കെ, ഇതിൻ്റെ പേര് അജിത്ഗഡ് എന്ന് പേര് മാറ്റുന്നത് ശരിക്കും 1972 അതിൻ്റെ പേര് പിന്നെ അജിത്ഗഡ് എന്നാക്കി മാറ്റുന്നത്. 1972 വരെ അതിൻ്റെ പേര് പിന്നെ മ്യൂട്ടിനി മെമ്മോറിയൽ ആയിരുന്നു. അതിൻ്റെ പേര് അജിത്ഗഡ് എന്ന് മാറ്റുന്നത് 72. ക്ലിയർ?
ഇനി ശരിക്കും എന്താണ് 1857 കലാപത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, അല്ലേ, നമ്മൾ പറഞ്ഞു 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയാണ്. ഈ ആക്ട് പാസ്സാക്കുന്നതോടുകൂടി ഈ ക്രൗൺ റൂൾ നിൽക്കുകയും രാജ്ഞിയുടെ ഭരണം, ക്രൗൺ മീൻസ് കമ്പനി റൂൾ നിൽക്കുകയും ക്രൗൺ റൂൾ തുടങ്ങുകയും ചെയ്തു. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ട് അവസാനിച്ചു. പകരം ഒരു രാജ്ഞിയുടെ വിളംബരത്തോടു കൂടി രാജ്ഞിയുടെ ഭരണമാണ്, അല്ലേ, അതായത് ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു ഈ കലാപത്തോടു കൂടി, അല്ലേ. ഈ ഒരു ഇതിനെയാണ് നമ്മൾ പിന്നെ അങ്ങനെ 1858 ക്യൂൻ വിക്ടോറിയ രാജ്ഞി വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അത് ക്യാനിം പ്രഭു അലഹാബാദിൽ വെച്ചിട്ടാണ് അത് വിളിച്ചു കൂട്ടിയത്, വായിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇതിന് നമ്മൾ ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്നുള്ള പേരിലാണ് ഈ ഒരു വിളംബരം അറിയപ്പെടുന്നത്. ഈ വിളംബരത്തിനെതിരെ നമ്മൾ ബീഗം ഹസ്രത്ത് മഹൽ ഒരു എതിർ വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1858 വിളംബരത്തിനെതിരെ, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിക്കുന്ന ആളുടെ പേര് ഓർത്തു വയ്ക്കുക. പിന്നെ അതിൻ്റെ പേര് ബീഗം ഹസ്രത്ത് മഹലാണ് അവരുടെ പേര്. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 1857 വിപ്ലവത്തിനെ എങ്ങനെയൊക്കെയാണ് ആളുകളെ വിശേഷിപ്പിക്കുന്നത്? ഒന്നാമത്തെ വിശേഷണം ചെകുത്താൻ്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെയാണ് ഇതിന് ശരിക്കും ശിപ്പായി ലഹള എന്നും വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ്. മറ്റൊന്ന് ഈ ജോൺ ലോറൻസ്, ജോൺ സീലി, ഇവരൊക്കെ വിശേഷിപ്പിക്കുന്നത് ശിപ്പായി ലഹള എന്നാണ്. ജോൺ ലോറൻസും ജോൺ സീലിയും ശിപ്പായി ലഹള. ഓക്കെ, ഇനി ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിക്കുന്ന വി.ഡി. സവർക്കറാണ്. ഇനി ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാക്സാണ്, പുറത്തുള്ള ആളാണല്ലോ. അപ്പോൾ കാൾ മാക്സും വി.ഡി. സവർക്കറും വിശേഷിപ്പിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ്. ഇതിനെ പിന്നെ ചൗധരി വിശേഷിപ്പിക്കുന്നത് ഇതൊരു ആഭ്യന്തര കലാപമാണ് എന്നാണ് ചൗധരി വിശേഷിപ്പിക്കുന്നത്. അതേസമയം ചൗധരി പറയുന്നത് ഒരു ആഭ്യന്തര കലാപമാണെന്ന്, പക്ഷേ ബെഞ്ചമിൻ ഡിസ്രേലി പറയുന്നത് ഇതൊരു ദേശീയ കലാപമാണ് എന്നാണ്. അതേസമയം നമ്മൾ ആർ സി മജുംദാർ പറഞ്ഞു ഇത് ആഭ്യന്തര കലാപമല്ല, ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ലത്. ഇത് ആഭ്യന്തര കലാപമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, ഇത് സ്വാതന്ത്ര്യ സമരമല്ല. ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആർ സി മജുംദാറാണ്. ക്ലിയർ, ആർ സി മജുംദാർ. ഇനി എസ്.എൻ. സെൻ പറയുന്നത് ആകസ്മികവും ആയുസ് കുറഞ്ഞതുമായൊരു വേനൽക്കാറ്റാണിതെന്ന് എസ്.എൻ. സെൻ പറയുന്നത്. ഓക്കെ, ആകസ്മികവും ആയുസ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു വേനൽക്കാറ്റാണിത് എന്ന് എസ്.എൻ. സെൻ ആണ് പറയുന്നത്. ക്ലിയർ. ഇനി 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തത് വി ഡി സവർക്കർ എന്താ വിശേഷിപ്പിച്ചത്? അല്ലേ, നമുക്കറിയാൻ പറ്റും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഇത് തന്നെയാണ്, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഓക്കെ, വി ഡി സവർക്കറിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. അതേസമയം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പുസ്തകം അമൃതം തേടി എന്നുള്ളതാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ പേര് അമൃതം തേടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഇനി താരാചന്ദിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നാണ്. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നാണ് താരാചന്ദിൻ്റെ പുസ്തകം ഉള്ളത്. പിന്നെ അശോക് മേത്തയുടെ പുസ്തകം 1857 ദ ഗ്രേറ്റ് റെബല്യൻ എന്നാണ്. ഓക്കെ, 1857 ഒരു കോളൻ ഇട്ടിട്ട് ദ ഗ്രേറ്റ് റെബല്യൻ എന്നുള്ള പുസ്തകമാണ്. പക്ഷേ നമ്മളെ എസ്.എൻ. സെൻ, സുരേന്ദ്രനാഥ് സെൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഓർക്കാൻ വളരെ സുഖമാണ്. 1857 അത് മാത്രമേ ഉള്ളൂ പുസ്തകത്തിൻ്റെ പേര്. ഓക്കെ, അപ്പം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പുസ്തകം അമൃതം തേടി എന്നാണ്. പിന്നെ വി ഡി സവർക്കർ, അത് നമുക്ക് ഏത് ഓർക്കത്തിലും കിട്ടും, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. പിന്നെ എസ്.എൻ. സെന്നിൻ്റെ 1857 എന്നുള്ളത്. അശോക് മേത്തയുടെ 1857 ദ ഗ്രേറ്റ് റെബല്യൻ എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേര് പിന്നെ 1857 എന്ന് തന്നെയാണ്. 1887 ആ സിനിമ. ആ സിനിമയുടെ സംവിധായകൻ ചെയ്തത് മോഹൻ സിൻഹയാണ്. ആ സിനിമ സംവിധാനം ചെയ്ത മോഹൻ സിൻഹ. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലൈൻസ് കാണാൻ പറ്റും. ഒന്ന് റിലീഫ് ഓഫ് ലക്നൗ, അത് ശരിക്കും ഒരു ചിത്രമാണ്, മീൻസ് പെയിൻറ്റിങ്. റിലീഫ് ഓഫ് ലക്നൗ, ഈ ചിത്രം വരച്ചത് തോമസ് ജോൺസ് പാർക്കർ എന്ന് പറയുന്ന ആളാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ചിത്രം തോമസ് ജോൺസ് പാർക്കർ. മറ്റൊന്ന് ജോസഫ് നോയലിൻ്റെയാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ഒരു ചിത്രം. ജോസഫ് നോയലിൻ്റെ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ഒരു ചിത്രം. ഇനി നമ്മൾ ഇത് SCERTയിലുള്ളൊരു ഭാഗം കേട്ടോ. ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസിലി SCERT നിങ്ങളൊന്ന് പരിചയപ്പെടണം. പുതിയ SCERTയിലുള്ള ഭാഗം കേട്ടോ. അപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ തന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മോഹൻ സിൻഹയുടെ 1857 എന്ന് പറയുന്ന സിനിമ നമ്മൾ പറഞ്ഞു. പിന്നെ കേതൻ മേത്ത സംവിധാനം ചെയ്തല്ലേ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്ന സിനിമ നമ്മൾ പറഞ്ഞതാണ്. അതിൽ ആരായിരുന്നു അഭിനയിച്ചത്? യെസ്, നമ്മളെ പിന്നെ മംഗൾ പാണ്ഡെ ആയിട്ട് അഭിനയിച്ച ആളുടെ പേരും അമീർ ഖാൻ നമ്മൾ ഓർത്തു. പിന്നെ ഉള്ളത് ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്ന് പറയുന്നൊരു സിനിമ. അത് പറഞ്ഞിട്ടില്ല, ഒന്ന് ഓർത്ത് വയ്ക്കട്ടെ. അത് പുതിയ SCERTയിലുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്ന് പറയുന്ന സിനിമ.
പിന്നെ ഉള്ളത് മഹാശ്വേത ദേവീൻ്റെ പുസ്തകം അമൃതം ഝാൻസി റാണി, പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി. ഇതൊക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇത് SCERTയിലുള്ള ഭാഗമാണ്. അതായത് എന്താണ് കൊടുത്തിരിക്കുന്നത്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലേ. അതിൻ്റെ നേരെ നിങ്ങൾക്ക് കാണാം കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആരെ അവരോധിച്ചു, ബഹദൂർ ഷാ രണ്ടാമനെ. മറ്റൊന്ന് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്ക് നാട് കടത്തപ്പെട്ടു, റങ്കൂണിലേക്ക് ഇവരെ നാട് കടത്തി എന്നുള്ളത്. പിന്നെ ജനറൽ ഭക്തഖാനാണ് ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ എന്ന് പറയുന്നത്. ക്ലിയർ. പിന്നെ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിലെ ഭരണാധികാരിയായിട്ട് പറയുന്നത്. പിന്നെ കാൺപൂരിൽ നമ്മൾ നാനാ സാഹേബ് മറാത്ത ഭരണാധികാരിയാണ്. പിന്നെ താന്തിയ തോപ്പിയാണ് നാനാ സാഹേബിൻ്റെ സൈനിക തലവൻ അല്ലേ. അതേപോലെ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചും താന്തിയ തോപ്പിയാണ്. പിന്നെ ലക്നൗവിൽ നമുക്ക് കാണാം ബീഗം ഹസ്രത്ത് മഹൽ, അവരാരായിരുന്നു, അവധിലെ വാജിദ് അലിയുടെ ഭാര്യ. പിന്നെ ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ് ആണ്, അവർ ജഗദഷ്പൂരിലുള്ള കർഷക പ്രഭുവായിരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം 1800 ഇത് ഓൾറെഡി പഠിച്ചതാട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആയിരുന്നു. അതേപോലെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് നാനാ സാഹേബാണ്. പ്രവാചകൻ അസീമുള്ള ഖാനാണ്. ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഝാൻസി റാണീനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. അതിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക, പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ പഠിച്ചു വയ്ക്കുക. പിന്നെ ദത്താവകാശ നിരോധന നിയമം, സൈനിക സഹായ വ്യവസ്ഥ, ഈ പേരുകൾ പഠിക്കുക. വെല്ലൂർ കലാപം 1806 നടന്നിട്ടുള്ള വെല്ലൂർ കലാപം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.